ഷാനവാസ് ഫ്രൈങ് എപ്പിസോഡ് വളരെ ഇഷ്ടപ്പെട്ടു. ഏതായാലും പ്രോമോ ഇസ് എ പ്രോമിസ്, ഇനിയെങ്കിലും നമുക്ക് വിശ്വസിക്കാം. ഏതായാലും അനീഷിനെ എക്സ്പോസ്ഡ് ആക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കത് വലിയ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അനീഷ് അങ്ങനെ ടോക്സിക് ഒന്നുമല്ല. അനീഷിന് കുറച്ച് ബോറിങ് നേച്ചറാണുള്ളത്. അനീഷിന് അങ്ങനെ കൂട്ടത്തിൽ കൂടിയൊന്നും ചെയ്യാനുള്ള കഴിവില്ല. പിന്നെ പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് പുള്ളി ഫ്രണ്ട്ഷിപ്പ് പിടിച്ചത് ഈ ഒരു നേച്ചർ മാറ്റാൻ വേണ്ടിയാണെന്ന്. പിന്നെ ഈ ഇതിന് മുന്നേ ഉള്ള കണ്ടസ്റ്റൻസിലെ റോബിൻ രാധാകൃഷ്ണൻ, രജത് കുമാർ, ഇവരൊക്കെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, വളരെ സത്യസന്ധമായിട്ടുള്ള ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് വശത്താക്കിയത്. ആ സ്ട്രാറ്റജി പിടിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അക്ബർ മാനിപ്പുലേറ്റർ ആയിട്ടും ഷാനവാസ് ശുദ്ധനായിട്ടും കണ്ടിരുന്നവർക്ക് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും ആരാണ് ശരിക്കുള്ള മാനിപ്പുലേറ്റർ എന്നും. പിന്നെ ശുദ്ധൻ എന്ന് പറയുന്നത് ശുദ്ധനും മണ്ടനും ഈക്വൽ ആണോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഷാനവാസ് മണ്ടനായിട്ടും വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടും പൊള്ളത്തരമുള്ള ഒരാളായിട്ടും, ഫ്രണ്ട്ഷിപ്പിലെ പൊള്ളത്തരം, ടോക്സിക് മസ്കുലിനിറ്റി, മെയിൽ ഷോവനിസം, ഈഗോ, ദുരഭിമാനം, ഇതെല്ലാം ചേർന്ന ഒരാളാണെന്ന് ഇന്നലെ എക്സ്പോസ്ഡ് ആയി. ഈവൻ മോഹൻലാൽ വഴക്ക് പറയുമ്പോൾ പോലും പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചറിയാം പുള്ളി അത്രയ്ക്ക് കടിച്ചു പിടിച്ചാണ് ദേഷ്യം നിയന്ത്രിച്ചത്. മോഹൻലാലിനെ ഇനി തന്തയ്ക്ക് വിളിക്കുമെന്ന് വരെ ഞാനൊന്ന് ഭയന്നു. ഏതായാലും അത് സംഭവിച്ചില്ല, നന്നായി. മോഹൻലാൽ രക്ഷപ്പെട്ടു. ഏതായാലും അനീഷിന് വളരെ പ്രസൻസ് ഓഫ് മൈൻഡോടെ പെരുമാറാൻ അറിയാമെന്നും നമുക്ക് മനസ്സിലാവും. ഷാനവാസ് എങ്കിൽ കുറച്ച് ഷാനവാസിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് ഷാനവാസിന്റെ കൺട്രോൾ വിട്ട് ഷാനവാസിന്റെ മെയിൽ ഈഗോ ഹേർട്ടായി ഷാനവാസ് ട്രിഗേർഡ് ആവുന്നതെന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായി. അനീഷ് ഈ ടാസ്കിൽ കോയിൻസ് കൊടുക്കുന്ന സമയത്ത് അനീഷിന് കുറഞ്ഞു പോയാൽ അനീഷ് ബഹളം ഉണ്ടാക്കും. പിന്നെ ജയിൽ നോമിനേഷനിൽ അനീഷിന്റെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ വോട്ടിംഗ് ലിസ്റ്റിൽ അനീഷിനെ തള്ളിവിട്ടാലൊക്കെയാണ് അനീഷ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്ത് സംസാരിക്കും. പക്ഷെ മോഹൻലാൽ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും അനീഷ് മിസ്ബിഹേവ് ചെയ്യാറില്ല. വേറെ അവിടെ ആരും തന്നെ മിസ്ബിഹേവ് ചെയ്യാറില്ല. ഈവൻ അനുമോള് പോലും മിണ്ടാതിരുന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഷാനവാസ് വേറെ ആരെങ്കിലും മോഹൻലാൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പോലും ഷാനവാസിന്റെ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. അത് ഷാനവാസിന്റെ ഒരു ഈഗോ ആണ് കാണിക്കുന്നത്, ടോക്സിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഏതായാലും ഷാനവാസിന് ഇനി പെങ്ങളൂട്ടി പാസമൊക്കെ മാറ്റിവെക്കാം. കാരണം ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഷാനവാസിന്റെ കൂടെയുള്ള ഈ പാസമൊക്കെ നമുക്കൊരു പണിയാണെന്ന്. ആദിൽ അതിനെക്കുറിച്ച് നൂറയുടെ അടുത്ത് സംസാരിക്കുന്നതാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്. ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഗെയിമിനെ ബാധിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. നൂറ് ഏതായാലും പ്രെറ്റി പ്രിവിലേജ് കാരണം മാത്രം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് തോന്നുന്നത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആര് ഔട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. ലക്ഷ്മി എന്തായാലും അവിടെ ഒരു മാനിപ്പുലേഷൻ കളിച്ചു. അക്ബറിനെ ഏറ്റവും ബുദ്ധിയുള്ള ആളും ഷാനവാസിനെ മണ്ടനും.